ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഉണ്ട് എനിക്കിപ്പം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലത്തെ ദിവസത്തെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലാകെ രണ്ട് മുഖമേ വരുന്നുള്ളൂ. ഒന്ന് നിമിഷപ്രിയയും മറ്റൊന്ന് ശുഭാംശു ശുക്ലയുമാണ്. നമ്മുടെ പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ, എങ്ങനെയൊക്കെയാണ് ഓരോ വാർത്തകളും പ്ലേസ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത്? പത്രങ്ങളും അങ്ങനെ തന്നെയാണ്, ആ രണ്ട് മുഖങ്ങൾ തന്നെയാണ്. അത് ഞാൻ സേതുവിൻ്റെ ചോദ്യവും വളരെ കറക്റ്റാണ് അക്കാര്യത്തിൽ. അഭിമാന നിമിഷം, ശുഭപ്രതീക്ഷ എന്നീ വാക്കുകളൊക്കെ പത്രങ്ങളിലെ സ്ഥിരം വാർത്താ തലവാചകങ്ങളാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ അഭിമാന നിമിഷം, ശുഭനിമിഷം എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് വലിയ രണ്ട് വാർത്തകൾ ഒന്നാം പേജിൽ നന്നായി നൽകാൻ നിമിഷം എന്ന വാക്കും ശുഭം എന്ന വാക്കും ചേർത്ത് ശുഭനിമിഷം എന്ന് എഴുതാനാണ്, എന്ന് തലവാചകം എഴുതാനാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാവരും ശ്രമിച്ചത്. അതിന് കാരണം ഒന്ന് ശുഭാംശു ശുക്ലയാണ്. കാരണം 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം അദ്ദേഹം ഭൂമിയിൽ തിരിച്ചെത്തുന്നു. അത് മാത്രമല്ല ഇന്ത്യക്ക് വലിയ അഭിമാനം, ഇന്ത്യക്കാരനായതുകൊണ്ട് അങ്ങനെ ശുഭാംശു ശുക്ല ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളെ മലയാളിയെ വലിയ രൂപത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്ന അല്ലെങ്കിൽ വലിയ ആശ്വാസമുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുടെ കിരണമായി മാറുന്ന നിമിഷപ്രിയയെക്കുറിച്ച് തന്നെയാണ് പത്രങ്ങൾ ഏറ്റവും പ്രധാനമായി നൽകുന്നത്. ശുഭാംശുവിനെ മറന്നുകൊണ്ടല്ല പത്രങ്ങൾ നൽകുന്നത്, പക്ഷേ ശുഭാംശുവിന് അർഹമായ പ്രാധാന്യം നൽകുമ്പോൾ തന്നെയും നിമിഷപ്രിയ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. നമുക്കും അങ്ങനെ തന്നെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി ശുഭഭാരതം ശുഭാംശു എന്നാണ് കേരള കൗമുദി. നമുക്ക് എല്ലാ പത്രങ്ങളുടെയും തലവാചകങ്ങളൊന്ന് വേഗം ഓടിച്ചു പോകാം. കേരള കൗമുദി ഇങ്ങനെയാണ്: നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി ശുഭഭാരതം ശുഭാംശു എന്നാണ്. നിമിഷ കാണും നാളത്തെ പുലരിയും നിമിഷ കാണും നാളത്തെ പുലരിയും. അത് ഒരുപക്ഷെ മംഗളത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ ഹെഡിങ് ആണ്. ആ ഹെഡിങ്ങിൽ തലവാചകത്തിൽ ഒരു സൂചനയുണ്ട്. വരും ദിവസങ്ങളിലെ പുലരി നിമിഷ എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത് എന്നൊരു ആശങ്ക കൂടി ആ വരികളിൽ ധ്വനിപ്പിക്കുന്നുണ്ട്. നിമിഷ കാണും നാളത്തെ പുലരിയും. അതെല്ലാ ശ്രമവും കേന്ദ്രത്തെ അറിയിച്ച് എന്നൊരു വരി കൂടി മംഗളം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നീട് വിശദമായി പറയാം. എല്ലാ ശ്രമവും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ടാണ് എന്നുള്ളത്. കാരണം നിമിഷയെ ഈ വധശിക്ഷ മാറ്റിവെക്കാനുള്ളൊരു ഇടപെടലുണ്ടായത് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലുണ്ട് എന്ന് മംഗളം അവിടെ ധ്വനിപ്പിക്കുന്നുണ്ട്. ശുഭതാരകം പ്രതീക്ഷ എന്നാണ് ദീപിക. ശുഭതാരകമെന്ന് ഒരു ശുഭാംശുവിനെ പറയുന്നുണ്ട്. പ്രതീക്ഷയെന്ന് അതോടൊപ്പം തന്നെ തൊട്ട് താഴെ പ്രതീക്ഷയെന്ന് നിമിഷപ്രിയയും പറയുന്നുണ്ട്. ശുഭനിമിഷം എന്നാണ് വീക്ഷണം പറയുന്നത്. ഈ ശുഭനിമിഷം ഒന്ന് രണ്ട് പത്രങ്ങൾ, ഭൂരിപക്ഷം പത്രങ്ങളും ശുഭനിമിഷമാണ് ഒന്നാം പേജിലെ വലിയ തലവാചകമാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുഭാംശവും നിമിഷപ്രിയയും ഉള്ളതുകൊണ്ട് ശുഭനിമിഷം വീക്ഷണം ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കുന്നു. ശുഭനിമിഷം എന്ന് തന്നെയാണ് മാധ്യമം ഒരുപക്ഷെ കുറച്ചും കൂടി വലിയ രൂപത്തിലാണ് ഒന്നാം പേജിനെ കൈകാര്യം ചെയ്യുന്നത്. ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലെത്തി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി. അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഫലം കണ്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ ശ്രമവും കേന്ദ്രത്തെ അറിയിച്ച് എന്ന് മംഗളം പറയുമ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഫലം കണ്ടു എന്ന് വലിയ രൂപത്തിൽ നൽകാൻ മാധ്യമം ശ്രമിക്കുന്നുണ്ട്. വഴിമുട്ടിയ ഘട്ടത്തിൽ വഴി തുറന്ന് കാന്തപുരം എന്നുകൂടി പറയുന്നുണ്ട്. സമയം നീട്ടിക്കിട്ടാൻ കൂട്ടായ ശ്രമം നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്ന കാര്യവും അങ്ങനെ സമഗ്രമാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജ്. അത് ശുഭം നിമിഷം എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഷൈഖ് ഹബീബ് ഉമർ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിലിടപെടുന്ന കാന്തപുരത്തിൻ്റെ വലിയ സുഹൃത്താണ്. അദ്ദേഹത്തെക്കുറിച്ചും അഞ്ചാം പേജിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആരാണ്? ഇന്നലെ മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. മലയാളികൾ അടുത്തറിഞ്ഞ വിശ്വപണ്ഡിതൻ എന്നാണ് അഞ്ചാം പേജിൽ വാർത്ത നൽകുന്നത്. നിമിഷപ്രിയ കേസിൽ നിർണായക ഇടപെടൽ നടത്തിയ ഇദ്ദേഹമാണ്. AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥന പ്രകാരം നിർണായക ഇടപെടൽ നടത്തിയ യമനിലെ പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ബിൻ ഹഫീഡിന് കേരളവുമായി അടുത്ത ബന്ധം, അദ്ദേഹത്തിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമായിട്ട് വേണം കാണാൻ. ഒപ്പം തന്നെ ചന്ദ്രികയും ആശ്വാസ നിമിഷം എന്ന് തന്നെയാണ് ചന്ദ്രികയും പറയുന്നത്. അപ്പോൾ 3 പത്രങ്ങളാണ് ആശ്വാസ നിമിഷം എന്ന അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നിമിഷവും ശുഭവും കൊണ്ടുവരുന്നത്. ആശ്വാസകരമെന്ന് സിറാജ് പറയുന്നു. സർവം ശുഭമെന്ന് സുപ്രഭാതം പറയുന്നു. ശുഭം പ്രതീക്ഷ എന്നാണ് ദേശാഭിമാനിയും രണ്ടർത്ഥത്തിലാണ്. ഒന്ന് ശുഭാംശുവിനെ ഒരു തലത്തിലും പ്രതീക്ഷയായി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതും അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചതും, അങ്ങനെ രണ്ടർത്ഥത്തിൽ ശുഭവും പ്രതീക്ഷയുമായി ദേശാഭിമാനിയും ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജീവിത പച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. ജീവിത പച്ച എന്നാണ് അതിനെ സബ് ഹെഡിങ് ഇട്ടേക്കുന്നത്. കാന്തപുരത്തിൻ്റേത് നിർണായകമായ ഇടപെടൽ എന്നുകൂടി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് അതിൽ. പക്ഷേ കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് പറയുമ്പോൾ ദേശാഭിമാനി പറയുന്നത് നയതന്ത്രം പൂർണ്ണ പരാജയം എന്നാണ്. അങ്ങനെയാണോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും എല്ലാ അർത്ഥത്തിലും അത് വലിയ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജന്മഭൂമിയും ശുഭനിമിഷം എന്ന് തന്നെയാണ്. ശുഭനിമിഷം ഒരുപക്ഷെ ആ ശുഭനിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ രണ്ടർത്ഥത്തിൽ ശുഭാംശം ഉള്ളതുകൊണ്ട് ശുഭനിമിഷം തന്നെയാണ്. ജന്മഭൂമി പറയുന്നത് വധശിക്ഷ മാറ്റി നിമിഷപ്രിയ പ്രതീക്ഷയുടെ തീരത്തേക്കെന്നാണ്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. മാനുഷിക നയതന്ത്ര തലത്തിൽ, അതങ്ങനെയാണ്, മാനുഷിക നയതന്ത്ര തലത്തിൽ നടത്തിയ നിർണായക നേട്ടം എന്നാണ്. ആ നീക്കമാണ് നിർണായക നേട്ടമാകുന്നത് എന്നാണ് പറയുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത്, വധശിക്ഷ ഇന്ന് നടത്താനാണ് യമൻ അധികൃതർ നിശ്ചയിച്ചിരുന്നത്.
വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടർ ഉത്തരവ് പുറത്തു വന്നതോടെ ദയാധനം നൽകി ശിക്ഷയിൽ ഇളവ് കൊണ്ടുവരുന്നുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാരും യമനിലെ ഭാരത എംബസിയും നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. നിമിഷപ്രിയയെ ജയിലിൽ പാർപ്പിച്ചിരുന്ന സനയിലെ ജയിൽ അധികൃതരുമായും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ജന്മഭൂമി ഒന്നാമത് വളരെ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ കാന്തപുരത്തിൻ്റെ നിർണായക ഇടപെടൽ എന്ന് തന്നെയാണ് എല്ലാ പത്രങ്ങളും വളരെ വലിയ വാർത്തയായി നൽകുന്നത്. ഇതാ ഒരു കേരള സ്റ്റോറി എന്ന് എഴുതാൻ മനോരമയും ഉയിരികാത്ത് ഉസ്താദ് എന്ന് എഴുതാൻ മാതൃഭൂമിയും തയ്യാറായി എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. മനോരമ ഉൾപേജിലാണ് ഇതാ, അതായത് അതൊരു പക്ഷേ ഇതാ ഒരു കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ കേരള സ്റ്റോറി നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അതുകൂടി കൊണ്ടുവരാൻ മനോരമ ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. ഉയിരികാത്ത് ഉസ്താദ് എന്ന് പറയുന്നത് കാന്തപുരത്തെക്കുറിച്ച് തന്നെയാണ്. അത് മാതൃഭൂമി അങ്ങനെ എഴുതുന്നു. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. ഇംഗ്ലീഷ് പത്രങ്ങൾ, ഒപ്പം തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളും വളരെ വ്യക്തമായും സ്പഷ്ടമായും ഈ വാർത്തയെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജ് വായിക്കാം. നെഗോഷിയേഷൻസ് ബിയർ ഫ്രൂട്ട്, യമൻ ഡിഫേഴ്സ് നിമിഷാസ് എക്സിക്യൂഷൻ എന്നാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ. 2 rounds held, key role played by Sunni leader കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഹു റീച്ച്ഡ് ഔട്ട് യമനി സ്കോളർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹബീബ് ഉമറുമായി അദ്ദേഹം വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. കാന്തപുരത്തിൻ്റെ പേരെടുത്ത് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയും പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസും ഒന്നാം പേജിൽ അങ്ങനെ തന്നെയാണ്. ദ റിപ്രൈവ് കംസ് ആഫ്റ്റർ ഇൻറ്റൻസ് ബിഹൈൻഡ് ദ സീൻസ് എഫർട്സ് ഇൻവോൾവിംഗ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ബൈ സുന്നി ലീഡർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ എന്നുള്ളതാണ് ആ വാക്ക്. അത് വളരെ വ്യക്തമാണ് കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളും ആ രൂപത്തിൽ തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായ കാര്യമായി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഇന്നലെയും പറഞ്ഞതുപോലെ വലിയ മാനവികതര സന്ദേശം അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് പത്രങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. മനോരമയിൽ ഒന്നാം പേജിൽ ആശ്വാസം എന്നുള്ളതാണ് നമ്മൾ തുടങ്ങി വെച്ച വാക്കാണ് ആശ്വാസം. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു, ആശ്വാസം. തുണയായത് കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ. കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ പ്രതീക്ഷയെന്ന് കേന്ദ്രം. രണ്ടുപേരെയും, കേന്ദ്രത്തെയും കാന്തപുരത്തെയും പറഞ്ഞു പോകുന്നുണ്ട്. കേരള സ്റ്റോറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരള സ്റ്റോറി എന്ന് എഴുതാനും മനോരമ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മാതൃഭൂമിയും അങ്ങനെ തന്നെയാണ്. ശുഭനിമിഷം, നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ മാറ്റിവെച്ചു, നിർണായകമായി കാന്തപുരത്തിൻ്റെ നീക്കം സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയനും കാന്തപുരവും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ എത്ര വലിയ കുറ്റം ചെയ്തവർക്കും ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ഇസ്ലാം മതത്തിൻ്റെ വീക്ഷണം ഉയർത്തിയാണ് താനും ഷെയ്ഖ് ഹബീബും ഇടപെട്ടത്. അപ്പോൾ ഇടപെട്ടു എന്ന കാര്യം അദ്ദേഹവും പറയുന്നുണ്ട്. അതാണ് വാർത്തയുമായി ബന്ധപ്പെട്ട്. ഇടപെട്ടത് മനുഷ്യൻ എന്ന നിലയിൽ എന്ന കാര്യം കാന്തപുരം പറയുന്നത് കേരള കൗമുദിയും വാർത്തയാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെയും കാന്തപുരത്തിൻ്റെയും ഇടപെടൽ നിർണായകമായി എന്നുകൂടി പറയുന്നു. അപ്പോൾ ഈ വാർത്തയുടെ ഒരു വലിയ തലം അങ്ങനെയാണ് എന്ന് വേണം കാണാൻ. എല്ലാ പത്രങ്ങളും കാന്തപുരത്തെയും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെയൊക്കെ സമഗ്രമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഇതിൽ ഒരു മലയാളിക്ക് അഭിമാനം, മലയാളി ലോകത്തിന് നൽകുന്ന സന്ദേശം മാനവികത തന്നെയാണ്, മതമല്ല, മതത്തിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എന്ന സന്ദേശം കൂടി ഈ വാർത്തയിലുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുകൂടി കാണാം. അടുത്ത വാർത്തകളിലേക്ക് വേഗം പോയി വരാം. മാതൃഭൂമി തന്നെയാണ് ഇന്നും നമ്മളുടെ ഒന്നാം പേജിൽ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പത്രം. കാരണം മറ്റാർക്കുമില്ലാത്തൊരു വാർത്ത മാതൃഭൂമിക്കുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന ജ്ഞാനസഭയിൽ VC-മാരും. കേട്ടാൽ എന്താണെന്ന് തോന്നുന്നു, ഞാൻ വിശദീകരിക്കാം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരെ പങ്കെടുപ്പിക്കാൻ നീക്കം. അതാണ് വാർത്ത. RSSനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസ് എന്ന സംഘടനയുടെ കേരള ഘടകമായ വിദ്യാഭ്യാസ വികാസ കേന്ദ്രമാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കുന്നുണ്ട്. 27-ന് കൊച്ചി അമൃത വിദ്യാപീഠത്തിലാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത്. പ്രയാസമുണ്ടെന്ന് ചില VC-മാർ അതും പറയുന്നുണ്ട്. ഗവർണറോ സർക്കാരോ വിളിക്കുന്ന യോഗമാണെങ്കിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ലെന്നും, എന്നാൽ സംഘപരിവാർ സംഘടന സംഘടിപ്പിക്കുന്ന യോഗത്തിന് പങ്കെടുക്കുന്നതിൽ പ്രയാസമുണ്ടെന്നുമാണ് ചില VC-മാരുടെ നിലപാട്. ഈ വാർത്ത മാതൃഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ജ്ഞാനസഭ എന്നൊരു പരിപാടി നടക്കുന്നതായി ഒരുപക്ഷെ വലിയ രൂപത്തിൽ എവിടെയും വാർത്ത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 27-ന് നടക്കുന്ന പരിപാടി എന്തായാലും ചർച്ചയാകുമെന്ന് ഉറപ്പ്. അങ്ങനെയാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം കേരള സർക്കാർ ഈ ദുർമന്ത്രവാദവും ആഭിചാരവും ഒക്കെ നിയന്ത്രിക്കാൻ, അത് മുമ്പ് പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നരബലി ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പറഞ്ഞതാണ് സംസ്ഥാനത്ത് ഇത്തരം ദുർമന്ത്രവാദവും ആഭിചാരവും ഒക്കെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ അതിനിടയ്ക്ക് പിന്നോട്ട് പോവുകയും
പിന്നെ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തു. കാരണം ഇതിലെവിടെ തുടരണമെന്ന് സർക്കാരിന് വലിയ പേടിയുണ്ട്, ആശങ്കയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം എവിടെ തൊട്ടാലും പ്രശ്നമാണ്. ദുർബന്ധവാദവും അഭിചാരവും നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും നിയമപരം ഭരണഘടനാപരമായ സങ്കീർണത കാരണം വൈകുന്നതാണെന്നും സംസ്ഥാന സർക്കാർ ഇടയ്ക്കൊന്ന് പിന്നോട്ട് പോയതായിട്ട് കോടതിയിൽ പറഞ്ഞിരുന്നു. ഹൈക്കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ അത് ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും മനമാറ്റം വന്നു. കാരണം വാർത്ത വന്നപ്പോൾ സർക്കാരിന് മനമാറ്റം വന്നു. കേസുകളുടെ വിവരം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിക്കാനുള്ള സങ്കീർണത, അതാണ് ആ വാർത്ത. അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിക്കാനുള്ള സങ്കീർണത നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് സർക്കാരിന് ബോധ്യപ്പെട്ടത് കുറച്ച് വൈകിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് നിയമനിർമ്മാണം വൈകുന്നതിന് കാരണമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പൈതൃകം, സംസ്കാരം, മതം, വ്യക്തിപരമായ കാഴ്ചപ്പാട് എന്നിവയോട് ചേർന്ന് കിടക്കുകയാണ് ഇതെല്ലാം. ശ്രദ്ധയോടെ നിയമനിർമ്മാണം സാധ്യമാകൂ. സർക്കാർ എടുത്തു ചാടി പറയരുതായിരുന്നു ഞങ്ങൾ ഉടനെ നിയമനിർമ്മാണം നടത്തും. എന്തായാലും പിന്നോട്ട് പോകുന്നില്ല എന്ന് കോടതി അറിയിച്ചത് നല്ല കാര്യമായിട്ടാണ് പ്രസ് സ്റ്റോപ്പിന് തോന്നുന്നത്. മറ്റൊന്ന് ടെസ്ലയെക്കുറിച്ച് അറിയുന്ന ആളുകൾ, വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ഈ വാർത്തയും ഒരുപക്ഷെ ഈ വാർത്ത പ്രധാനമായിട്ടും മാധ്യമത്തിലും കേരള കൗമുദിയിലും 5-ാം പേജിലുണ്ട്. സർക്കാരിന് മനമാറ്റമുള്ളതും ഹിന്ദു ദിനപത്രവും അത് ഉൾപേജിൽ 8-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ ദുർബന്ധവാദവും അഭിചാരവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നില്ല എന്ന വാർത്ത പറയുന്നുണ്ട്. ഇനിയൊന്നുള്ള ടെസ്ലയാണ്. ടെസ്ല വാഹനം വിദേശത്തൊക്കെ ഓടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ കൗതുകമുണ്ട്. ഇതെന്നാണ് ഇന്ത്യയിൽ വരിക, നമ്മളെന്നാണ് ഈ വാഹനം ഓടിച്ചു നോക്കുക എന്നുള്ളത് വലിയ സമ്പന്നരായ ആളുകളെ സംബന്ധിച്ച് ടെസ്ല വലിയ കൗതുകമാണ്. അത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അത് മാതൃഭൂമി ഈ ബഹളങ്ങൾക്കിടയിലും ഇത്രയും വലിയ തിരക്കുകൾക്കിടയിലും വാർത്താ ബഹളങ്ങൾക്കിടയിലും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കൗതുകമാണ്. മോഡൽ വൈ ഏതാണ്ട് 60 ലക്ഷം രൂപയാണ് അതിൻ്റെ വില തുടങ്ങുന്നത്. 60 ലക്ഷം രൂപയ്ക്ക് തുടങ്ങുന്ന വില ഇന്ത്യയിൽ ആഡംബര വാഹനങ്ങൾക്ക് വലിയ പ്രിയമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ 60 ലക്ഷം രൂപയിൽ തുടങ്ങുന്ന ടെസ്ലയുടെ മോഡൽ വൈ ഇന്ത്യയിൽ എത്തിച്ചു. കാത്തിരിപ്പുകൾക്കൊടുവിൽ അമേരിക്കൻ വൈദ്യുത കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിൽ അവതരിച്ചു. രാജ്യത്തെ ആദ്യ ഷോറൂം ഇന്നലെ മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങി. വലിയ പ്രീമിയം ഷോറൂമാണ് ബാന്ദ്രയിലെ കുർള എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. അവിടെ തന്നെയാണ് ടെസ്ലയ്ക്ക് ഷോറൂം കിട്ടുന്നത് എന്ന് വലിയ കാര്യമാണ്. ടെസ്ലയെ സംബന്ധിച്ച് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. കാരണം 60 ലക്ഷം രൂപയാണ് ഒരു കാറിൻ്റെ ആദ്യത്തെ വില തുടങ്ങുന്നത് തന്നെ. അത് പ്രധാനമായും മനോരമ 17-ാം പേജിൽ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മനോരമയ്ക്ക് അത് ആദ്യത്തെ പേജിൽ നൽകാൻ കഴിഞ്ഞില്ല എന്ന് വേണം കാണാൻ. ശുഭാംശുവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എല്ലാ പത്രങ്ങളും സമഗ്രമായിട്ട് അതിൽ നമുക്ക് വിശകലനം ചെയ്യാനൊന്നുമില്ല. ശുഭാംശു വന്നത് ഏറ്റവും നല്ല വാർത്തയായി എല്ലാ പത്രങ്ങളും ഉൾപേജ് അറിഞ്ഞാൽ നൽകിയിട്ടുണ്ട്. മനോരമയും മാധ്യമവും മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. മനോരമ ഉൾപേജിൽ അവരുടെ സെൻട്രൽ സ്പ്രെഡ് 10-ാം പേജ് നിറയെ വലിയ വാർത്തകളാണ്. ഞാൻ കൂടുതൽ വലുതായിട്ട് അതിലേക്ക് പോകുന്നില്ല എന്നുകൂടി പറയുന്നു. സേതു, വാർത്തകൾ തിരക്കുണ്ട് എന്നറിയാം. പത്രവാർത്തകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ ശ്രീത്ത്, ശരി. ഒരു പിടി വാർത്തകളുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ആ വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ടെസ്ലയുടെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ VC-മാർ പങ്കെടുക്കുന്ന കാര്യവും ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ ഈ ഇന്നലത്തെ വലിയ വാർത്തകൾക്കിടയിലൊക്കെ മുങ്ങിപ്പോയതാണ്. ഈ നമ്മുടെ ടെലിവിഷനിൽ മുങ്ങിപ്പോയ വാർത്തകളാണ്. അപ്പോൾ അതും കൂടിയൊക്കെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ശ്രീത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു.